തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ പറ്റി സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ജയിക്കാൻ ആവശ്യമായുള്ള 70-71 സീറ്റുകൾ കിട്ടുക എന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള UDFന് 71 സീറ്റുകൾ എവിടെ കിട്ടും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം നമ്മൾ എത്ര നോക്കിയാലും എത്ര ശരിയിട്ട് കിട്ടിയാലും ഇവരിലേക്ക് എത്തുകയില്ലായിരുന്നു. 20 സീറ്റുകൾ മുസ്ലിം ലീഗ് അങ്ങ് സംഘടിപ്പിക്കും, എറണാകുളത്തെ ചില സീറ്റുകൾ കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇവർ സംഘടിപ്പിക്കുക എന്നൊരു തോന്നലുണ്ടായെടുത്ത് നിന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ മനോരമയുടെ കണക്ക് CPMന് കൂടെ തൃപ്തി നൽകുന്ന ഒരു സന്തോഷം നൽകുന്ന ഒരു കണക്കിനകത്ത് 80 സീറ്റ് കോൺഗ്രസിനുണ്ട്. ഈ മോഹൻലാലിൻ്റെ മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് എന്താണെന്നറിയില്ല എന്തുകൊണ്ടോ എന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യം മുഴുവൻ BJP വലിയ പണിയെടുക്കുന്നു. കേരളത്തിലാണെങ്കിൽ സത്യത്തിൽ ഇതുപോലൊരു രാഷ്ട്രീയ പാർട്ടി എന്താ അവർ കഴിഞ്ഞ കാലത്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ ചില നേതാക്കൾ ഒരു അഭിപ്രായം പറയുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അഭിപ്രായം മറ്റൊരാൾ പറയുന്നു. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു നേതാവ്, അവർക്ക് വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു നേതാവ് ഇമാതിരി കുഴപ്പം പിടിച്ച കാര്യങ്ങൾ ലോകം കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് വലിയ മഹാദുഷ്ടത്തരം ചെയ്തിട്ട് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടർ ഓടിച്ചിട്ടും ചായ കുടിച്ചും നടക്കുന്നു. അവർ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും ലക്ഷ്യത്തിൽ നിന്ന് തറക്കുന്നില്ല. പക്ഷേ എന്നിട്ടും കോൺഗ്രസ്സിനെ വലിയ ഇഷ്ടമാണ് ജനങ്ങൾക്ക്. കേരളത്തിൽ കോൺഗ്രസ്സിന് എപ്പോഴും, കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDFന് എപ്പോഴും മലയാളികളുടെ ഹൃദയത്തിൽ ഒരിടമുണ്ട് എന്ന് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വീണ്ടും തെളിയിച്ചു. അല്ലാതെ ഈ 10 കൊല്ലത്തിനകത്ത് എന്തെങ്കിലും മഹത്തരമായ കാര്യങ്ങൾ ചെയ്തിട്ടല്ലല്ലോ അവർ വീണ്ടും വരുന്നത്. ഈ പറയുന്ന വാക്കുകൾക്കൂടെ അവർക്ക് എതിർപ്പുണ്ടാകും. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അവരെന്നെ എതിർക്കും. പക്ഷേ നമ്മൾ ഒരു UDF ഭരിക്കും 10 വർഷത്തിനപ്പുറത്തുള്ള ആളുകൾക്ക് അത് ഓർമ്മയുണ്ടാവും. ചെറിയ കുട്ടികൾക്ക് ചിലപ്പം ഇപ്പോൾ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആൾക്ക് അറിയില്ലായിരിക്കും. 10 വർഷത്തിനപ്പുറത്ത് സാധാരണ നമ്മൾ കാണുന്നത് UDF ഭരിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ, നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിരന്തരമായിട്ടുള്ള പ്രശ്ന ഉന്നയിക്കലുകൾ, എല്ലാ തരത്തിലുമുള്ള പ്രചണ്ഡമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചാണ് അവസാനം ഈ പറയുന്ന അടുത്ത ഒരു LDFിലേക്ക് ഭരണം മറിയുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. പക്ഷേ ഇവിടെ 10 കൊല്ലം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് എന്താ അവർ ചെയ്യുന്ന എല്ലാം ഈ വെള്ളത്തിൽ വരക്കുന്ന വര പോലെയാണ് പോകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പറയും, അതിലൊന്നും സംഭവിക്കില്ല. ഈ അവസാനത്തെ സ്വർണ്ണക്കൊള്ള എന്ന സംഗതി ലക്ഷ്യത്തിൽ ചെന്ന് തറക്കുന്നൊരു വലിയ ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ, ഈ വെള്ളാപ്പള്ളി നടേശനോടൊക്കെ സ്വീകരിച്ചിരുന്ന നിലപാടിൽ പിന്നെ ഇവർക്ക് രാഷ്ട്രീയ അബദ്ധം പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിനപ്പുറത്ത് കടന്നു പോയേനെ LDFിൻ്റെ നില അവർ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയേനെ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നു. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടോ ഇഷ്ടമാണ് കേരളത്തിലെ ആളുകൾക്ക് കോൺഗ്രസിനെ എന്ന് കാണണം. അതുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കി. പിന്നെ ഈ പാഠം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയുന്ന ലീഡർഷിപ്പാണ് അവിടെ ഇരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇനിയൊരു 5 വർഷം കൂടെ അധികാരത്തിലില്ലാതെ ലീഗിനും കോൺഗ്രസിനും മുന്നോട്ട് പോവുക വയ്യ. പക്ഷേ അവർക്കതിൽ ആശങ്കയുണ്ടായിരിക്കണം. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് അവർക്ക് നൽകിയിരിക്കുന്നത് വലിയ ശക്തിയാണ്. നമ്മൾ ഈ ഹർഷനിപ്പോൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറഞ്ഞു, പലയിടങ്ങളിലും തൃശ്ശൂരിലും പലയിടങ്ങളിലും അവർക്ക് തിരിച്ചടിയുണ്ട്. പക്ഷേ കോഴിക്കോടൊക്കെ നോക്കൂ, കോഴിക്കോടൊക്കെ പരമ്പരാഗതമായിട്ട് ലെഫ്റ്റിൻ്റെ സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റം അവർ നടത്തിയിരിക്കുന്നത്.